അബ്രഹാമും ദൈവവും 86-ാമത്തെ വയസ്സിൽ വന്ന് ദൂത് പറഞ്ഞ് അനുഗ്രഹം തന്നിട്ട് പോയ ദൈവം പിന്നെ അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്നത് 99-ാമത്തെ വയസ്സിലാണ്. ദൈവം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അബ്രഹാം കമിഴ്ന്നടിച്ച് നിലത്ത് വീണു, സാഷ്ടാംഗം വീണു, നിലവിളിച്ചോണ്ടാ വീണത്. ദൈവം പറഞ്ഞു, നീ എഴുന്നേറ്റ് നിൽക്ക്, ഞാൻ കാര്യങ്ങളൊക്കെ പറയട്ടെ. അവനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, വിശേഷിച്ച് ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബ്രഹാം വീണ്ടും കമിഴ്ന്നടിച്ച് വീണു. ആ വീഴ്ച ചിരിച്ചോണ്ടായിരുന്നു. നമ്മുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ദൈവസന്നിധിയാണ്. തെറ്റുപറ്റിയാലും കുറ്റമുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ശത്രുക്കളുണ്ടെങ്കിലും ഏകനാണെങ്കിലും അഭയം തേടാൻ പറ്റിയ സ്ഥലം ദൈവസന്നിധിയാണ്. സങ്കീർത്തനം 145 ഇങ്ങനെ പറയുന്നത്, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ. അഗോചരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തതാണ് ദൈവത്തിന്റെ മഹിമ അല്ലെങ്കിൽ മഹത്വം, വലിപ്പം. സങ്കീർത്തകൻ എങ്ങനെ പിടികിട്ടി? ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അഗോചരമായ മഹിമ സങ്കീർത്തകനെ നിങ്ങൾക്കിങ്ങനെ പിടികിട്ടി? ദൈവത്തെ സ്തുതിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ദൈവമെന്നും അവൻ തരുന്ന ആശ്വാസമെന്നും ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറം ദൈവത്തിന്റെ വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുക. സമരിയാക്കാരിയോട് കർത്താവ് പറയാണ്, സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക, ദൈവം ആത്മാവാകുന്നു. ആ സ്ത്രീ അങ്ങ് ഫ്രീ ആയെന്നവാ, വേറൊരാളായി മാറി. കർത്താവിൻ്റെ ഒരൊറ്റ വാക്ക് മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കർത്താവിനറിയാം. ആ ഒരൊറ്റ വാക്ക് ദൈവത്തിൻ്റെ നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കും. ചട്ടഴിച്ചവൻ സന്തോഷം ഉടുപ്പിക്കും. കാരണം അവൻ നിത്യത മുതൽ നിത്യത വരെ ദൈവമാണ്, രാജാവാണ്.